ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്ന മക്കളെ നമ്മുടെ മലയാളം സബ്ജക്റ്റ് ആണ് കേട്ടോ. മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ആപ്പിൽ കയറിയിട്ട് ക്ലാസ്സുകൾ കാണുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂട്ടുകാർക്ക് ഇത്തരത്തിലൊരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. മിസ് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുട്ടിയുടെ പേര് എന്നുള്ളത് മക്കളുടെ പേര് എഴുതണം, സ്കൂൾ എന്നുള്ളത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതുക കേട്ടോ. പിന്നെ ഡിവിഷൻ എന്നുള്ളത് മക്കളുടെ ക്ലാസ് ഡിവിഷനും, ക്ലാസ് എന്നുള്ളത് കൂട്ടുകാരുടെ ക്ലാസ് ഏതാ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതണേ. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം മക്കളെ. പ്രവർത്തനം 3 വരെ നമ്മുടെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രവർത്തനം 4 വരുന്നത് കേട്ടോ. പ്രവർത്തനം 4 മക്കളെ നിങ്ങൾക്ക് 2 പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4A ഉണ്ട്, 4B ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആണ്. മക്കൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കുക. അങ്ങനെ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് മക്കൾ 2ഉം ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് കൂട്ടുകാർ കുറച്ച് ഈസി ആയിട്ട് ഏതാണോ തോന്നുന്നത് അത് മക്കൾ എന്ത് ചെയ്യാം, ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നോക്കിക്കേ. പ്രവർത്തനം 4 4A 4B എന്നിങ്ങനെ 2 എണ്ണമുണ്ട്. ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. മക്കൾക്ക് പ്രത്യേകം അവിടെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, മിസ് ഇതാ ഓണത്തിന്റെ മറ്റൊരു മെഗാ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നല്ല മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ വെറും 200 രൂപയ്ക്ക് അവൈലബിൾ ആകാനായിട്ട് പോവാണ് കേട്ടോ മക്കളെ. ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. കോൾ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ മറക്കണ്ട മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. വെറും 200 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി തരുന്നതായിരിക്കും. അപ്പൊ പ്രവർത്തനം 4 നോക്കാം. ഡയറി കുറിപ്പാണ് മക്കളെ ഒരു പ്രവർത്തനം, പിന്നൊന്ന് വിവരണമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തേത് ഡയറി കുറിപ്പാണ്. ആ ക്വസ്റ്റ്യൻ വായിക്കാം. ആനയുടെ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ചിത്രമാണിത്. കൂട്ടുകാർക്ക് അവിടെ ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആനയുടെ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ആഘോഷ പരിപാടികളിൽ അവളും പങ്കെടുത്തു. അവൾക്ക് വളരെ സന്തോഷമായി. പതിവ് പോലെ അന്നും അവൾ ഡയറി എഴുതാനിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. എന്തൊക്കെയാവും ആനി ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ചേർത്ത് ഒരു ഡയറി കുറിപ്പ് എഴുതൂ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ല മക്കളെ? അപ്പൊ എന്താണ്, ആനിയുടെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലേ. അപ്പൊ അവളും എന്ത് ചെയ്തു, ആഘോഷ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അതെല്ലാം കഴിഞ്ഞ് പതിവ് പോലെ അവൾ എന്ത് ചെയ്യാണ് മക്കളെ, ഡയറി എഴുതാനായിട്ട് ഇരിക്കുകയാണല്ലേ. അപ്പൊ അതേപോലെ മക്കളുടെ അടുത്തും ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ചേർത്ത് ഡയറി കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇനി ഓൾറെഡി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് മക്കള് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഡയറി എഴുതുന്ന സമയത്ത് മക്കള് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ ഫോർമാറ്റ് കീപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് ഡയറി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 5 മാർക്കിനാണ് വരിക. നമുക്ക് അതിൽ 1 മാർക്ക് എന്ന് പറയുന്നത് ഇതേപോലെ മക്കളെ നിങ്ങൾ ആദ്യം തന്നെ ഡയറിയുടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ അന്നത്തെ ദിവസവും ഡേറ്റും എഴുതുന്നതിലാണ്. അതുകൊണ്ട് അതൊരു കാരണവശാലും മറക്കരുത് കേട്ടോ. തിങ്കൾ ഓഗസ്റ്റ് 15 എന്ന് നമ്മൾ എഴുതി. നോക്കിക്കേ മക്കളെ, ഇന്ന് എന്റെ ജീവിതത്തിൽ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ കുട്ടികളെല്ലാം യൂണിഫോം ധരിച്ച് സ്കൂളിലെത്തി. സ്കൂൾ മുറ്റം മുഴുവൻ കൊടികളും പൂക്കളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പതാക ഉയർത്തി. പതാക ഉയർത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ബഹുമാനത്തോടെ നോക്കി നിന്ന് ദേശീയ ഗാനം പാടി. മനസ്സിന് വലിയൊരു അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത്. അതിനുശേഷം കൂട്ടുകാരുടെ പ്രസംഗവും ദേശഭക്തി ഗാനങ്ങളും ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും വേഷം ധരിച്ച ചെറിയ കുട്ടികളെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പരിപാടികൾക്കെല്ലാം ശേഷം മധുരം വിതരണം ചെയ്തു. കൂട്ടുകാരോടൊപ്പം സന്തോഷം പങ്കുവെച്ച് വൈകുന്നേരത്തോടെയാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. ഒരിക്കലും മറക്കാത്ത നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഓക്കെ മക്കളെ, അപ്പൊ മിസ് ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ സ്കൂളുകളിലും പൊതുവെ നടക്കാറുള്ള പരിപാടികളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു മോഡൽ ഡയറിയാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂട്ടുകാർ എഴുതേണ്ടത് നിങ്ങളുടെ സ്വന്തം അനുഭവമാണ് ഡയറിയിൽ എഴുതേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ?
ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന പരിപാടികളൊക്കെ മനസ്സിൽ ഓർക്കുക. ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് സെന്റൻസുകൾ ഉൾപ്പെടുത്താവുന്നതാണ്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഒരു ഡയറി മക്കൾ നോക്കി പഠിച്ചിട്ട് പോകണം കേട്ടോ. നോക്കിക്കേ മക്കളെ, നമുക്ക് 4B ക്വസ്റ്റ്യൻ നോക്കാം. ആനയുടെ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ചിത്രം കണ്ടില്ലേ? നിങ്ങളുടെ സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ വിവരണം തയ്യാറാക്കൂ എന്നാ പറഞ്ഞത്. മക്കളെ നേരത്തെ നമ്മള് സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഡയറിയാണ്. ഇവിടെ നമുക്ക് എന്താണ് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെടുത്തിയിട്ട് വിവരണം എഴുതാൻ. രണ്ടിലും കണ്ടന്റ് സെയിം ആണ്. ഒന്ന് നമ്മൾ ഡയറി ആക്കി എഴുതുന്നു, ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുക, വിവരണമാക്കി എഴുതാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നോക്കിക്കേ, ഞങ്ങളുടെ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മളൊരു ഹെഡ്ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ടേ. ഞങ്ങളുടെ സ്കൂളിൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം വളരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ 8:30 സ്കൂൾ മുറ്റത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒത്തുകൂടി. സ്കൂൾ ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളുടെ ആകർഷകമായ പരേഡ് നടന്നു. ഇതിനുശേഷം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷവിധാനങ്ങൾ പരേഡിന് മാറ്റുകൂട്ടി. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച കുട്ടികളുടെ ദേശഭക്തി ഗാനം, പ്രസംഗം, നാടകം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ നടന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെക്കുറിച്ച് അധ്യാപകർ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ആഘോഷങ്ങളുടെ അവസാനം എല്ലാവർക്കും പായസവും മിഠായികളും വിതരണം ചെയ്തു. വലിയ ദേശഭക്തിയും സന്തോഷവും നിറഞ്ഞതായിരുന്നു ഈ ദിവസത്തെ ഓരോ പരിപാടികളും. കണ്ടോ മക്കളെ, നമ്മൾ ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലേക്ക് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിവരണം തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ അല്ല മക്കളെ? ഓക്കെ അല്ലേ? മിസ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഡയറിയും വിവരണവും തന്ന 2 പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മിസ്സിന് കുറച്ചും കൂടി തോന്നുന്നു നമുക്ക് കുറച്ചും കൂടി സ്കോർ മേടിക്കാനായിട്ട് പറ്റും ചിലപ്പോൾ ഡയറി എഴുതുമ്പോഴേക്കും. ഓക്കെ, വിവരണം എന്ന് പറഞ്ഞാൽ മക്കൾ എത്രത്തോളം എഴുതുന്നു അതിനനുസരിച്ചൊക്കെ ആയിരിക്കും. ഡയറിക്ക് മിസ് പറഞ്ഞല്ലോ, നിങ്ങൾ പ്രത്യേകം ഡേറ്റ് ഒക്കെ എഴുതുന്ന നിങ്ങൾക്ക് പ്രത്യേകം മാർക്ക് ഉണ്ട് കേട്ടോ. അതിന്റെ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ല മക്കളെ? ദെൻ അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രവർത്തനം 5 നമുക്ക് പാർട്ട് എയും പാർട്ട് ബിയും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമാണ് മക്കള് ഉത്തരം എഴുതേണ്ടത്. ഒന്ന് നമുക്ക് പോസ്റ്റർ ആണ് മക്കളെ, ഒന്ന് നമുക്ക് ആശയ പടമാണ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ക്ലാസ്സിലെ പതിവ് പത്രവായനക്കിടയിൽ ആനി കണ്ട ചിത്രമാണിത്. ഓരോ യുദ്ധവും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് അവൾ ആലോചിച്ചു. ഈ സന്ദേശം ഉൾക്കൊണ്ട് അവൾ ഒരു പോസ്റ്റർ തയ്യാറാക്കി. നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്കൊരു ഇമേജ് തന്നിട്ടുണ്ട്. അത് അത്ര നമുക്ക് വ്യക്തമല്ല. ഒരു യുദ്ധത്തിന്റെ ചിത്രമാണ് കേട്ടോ. യുദ്ധം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു നാശനഷ്ടവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, മക്കളടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്: ഓരോ യുദ്ധങ്ങളും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് ആനി എന്ത് ചെയ്തു? ആലോചിച്ചു. എന്നിട്ട് ആ സന്ദേശം ഉൾക്കൊണ്ടിട്ട് അവൾ എന്ത് ചെയ്യാണ്? ഒരു പോസ്റ്റർ തയ്യാറാക്കാണ് ചെയ്യുന്നത്. അപ്പൊ പോസ്റ്റർ മേക്ക് ചെയ്യുന്ന സമയത്ത് മക്കൾ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഓക്കെ, പോസ്റ്റർ മേക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിക്കുക മക്കളെ, ഇവിടെ നോക്കിക്കുക, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് പ്രത്യേകം നമ്മൾ ഒരു ബോർഡർ ഒക്കെ വരച്ചിട്ട് ഒരു കോളത്തിനുള്ളിൽ ആക്കിയിട്ടുണ്ട് അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എന്താണോ മക്കളടുത്ത് പോസ്റ്റർ പറഞ്ഞിട്ടുള്ളത് അതിന്റെ സെയിം കണ്ടന്റ് ഉൾക്കൊണ്ട്, അതിന്റെ ആശയം ഉൾക്കൊണ്ട് ആദ്യം നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ ചിത്രങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക കേട്ടോ. ഇവിടെ നമുക്ക് യുദ്ധവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്? പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ചിത്രങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ മക്കൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പോസ്റ്റർ നിങ്ങൾ എഴുതുന്ന സമയത്ത് അതിൽ നിങ്ങൾ എഴുതുന്ന ആ ഒരു സെന്റൻസ് ഇല്ലേ മക്കളെ, ആ ഒരു വാക്യം കണ്ടോ മിസ്? ഇതുവരെ മിസ് എഴുതിയ പോലെയാണോ അക്ഷരങ്ങൾ ഉള്ളത്? അല്ല, അക്ഷരങ്ങളുടെ സൈസ് എന്താണ്? കുറച്ച് കൂടുതലാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ മക്കൾ എന്ത് ചെയ്യണം? അക്ഷരങ്ങൾ കുറച്ച് വലുപ്പത്തിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് മക്കൾ ഇത്രയുള്ള കുറച്ച് അകലെ നിന്ന് നോക്കിയാലും ആൾക്ക് എന്ത് വായിക്കാൻ പറ്റണം? അവിടെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ വായിക്കാനായിട്ട് പറ്റണം. ആ ഒരു ചിന്ത മക്കളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, പോസ്റ്റർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് മക്കൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കേട്ടോ പോസ്റ്റർ. നോക്കിക്കുക, അപ്പൊ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ബോക്സ് ഒക്കെ വരച്ച് അത് എന്ത് ചെയ്യുക? ഭംഗി
കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ായിട്ട് വെക്ക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിപ്പോ എഴുതിയിട്ടുള്ള കണ്ടന്റ് എന്താണ്? യുദ്ധം വേണ്ട, സമാധാനം മതി. അത്ര എഴുതിയാൽ മതി, ഒരൊറ്റ സെന്റൻസ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് കൂട്ടുകാർക്ക് പറ്റുന്ന രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുക, കളർ കൊടുക്കുക. ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഒരു പോസ്റ്റർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കണ്ട മക്കളെ, അതിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും മിസ് പറയുന്നത് നിങ്ങൾ പോസ്റ്റർ അറ്റൻഡ് ചെയ്യാനാണ്. കാര്യം നമുക്ക് കൂടുതൽ മാർക്ക് അതിന് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് കാര്യം മാത്രം എഴുതിയാൽ മതി. നോക്കിക്കേ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പത്രവാർത്തയിലെ ചിത്രം കണ്ടില്ലേ? യുദ്ധം വരുത്തുന്ന നാശനഷ്ടങ്ങൾ ഉൾപ്പെടുത്തി ആശയപടം വികസിപ്പിക്കൂ എന്നാ പറയുന്നത് മക്കളെ. അപ്പൊ യുദ്ധം സംഭവിച്ചാൽ, യുദ്ധം നടന്നാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അവിടെ ആശയപടം വികസിപ്പിക്കാനാണ്. 2 കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നെന്താ മക്കളെ? കൃഷി നശിക്കും എന്ന് തന്നിട്ടുണ്ട്, അതുപോലെ ആളുകൾ മരിക്കും. പിന്നെ എന്താണ് മക്കളെ ഉണ്ടാവുക? ഇവിടെ നോക്കിക്കേ, ഇത് നമുക്ക് 5B ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇത്രയും കോളം ഫില്ല് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 5 മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ പോസ്റ്റർ ആയിരുന്നു നമുക്ക് 5A ആയിട്ടുണ്ടായിരുന്നത്. ഇതാ ഇത്ര എഴുതി നമുക്ക് എന്ത് കിട്ടും മക്കളെ? 5 മാർക്ക് കിട്ടും. പക്ഷെ അതിൽ ചിത്രങ്ങളൊക്കെ വരച്ച് ഭംഗിയാക്കണം കേട്ടോ. ജസ്റ്റ് എഴുതി വെച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങളെല്ലാം വരച്ച് ഭംഗിയാക്കണം. ഇതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ, കൂടുതലൊന്നും എഴുതാനായിട്ടില്ല. എന്താ നമ്മളോട് പറഞ്ഞത്? യുദ്ധം വരുത്തുന്ന നാശനഷ്ടങ്ങൾ എഴുതാനാണ്. നോക്കിക്കേ മക്കളെ, നമുക്ക് എന്ത് എഴുതാം? യുദ്ധത്തിലൂടെ വീടുകളും കെട്ടിടങ്ങളും എന്താവും മക്കളെ? തകരും അല്ലെ? വീടുകളും കെട്ടിടങ്ങളും തകരും. അതുപോലെ തന്നെ പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിക്കും അല്ലെ? എന്താണ് മക്കളെ? പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിക്കും. പിന്നെയോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടും. കുട്ടികൾക്ക് എന്താവും മക്കളെ? യുദ്ധം കാരണം നമ്മൾ വിദ്യാഭ്യാസം നഷ്ടപ്പെടും അല്ലെ? അതുപോലെ തന്നെ രോഗങ്ങൾ എന്ത് ചെയ്യും മക്കളെ? പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെയോ ഏറ്റവും മെയിൻ ആയിട്ടുള്ള തിങ് എന്ന് പറഞ്ഞ പരിസ്ഥിതി മലിനമാകും അല്ലെ മക്കളെ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പം കൃഷി നശിക്കും പറഞ്ഞു, ആളുകളിൽ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യും? അവരുടെ ജീവൻ നഷ്ടമാവാറുണ്ട് അല്ലെ? ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. അതുപോലെ കെട്ടിടങ്ങളും വീടുകളും എല്ലാം തകരും. പിന്നെയോ പട്ടിണിയും ദാരിദ്ര്യം എന്ത് ചെയ്യും മക്കളെ? നമ്മുടെ ചുറ്റുപാടിൽ അത് കൂടി വരും. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം നഷ്ടമാവും, ആളുകൾക്ക് ജോലികൾ നഷ്ടമാവും. അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനായിട്ട് കാരണമാവൂലെ? ഈ ഒരു നമ്മൾ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഈ ബോംബും കാര്യങ്ങളൊക്കെ പൊട്ടുകയും അതിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ എന്താണ് മക്കളെ? നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നില്ലേ? അപ്പൊ അത് കാരണമൊക്കെ നമുക്ക് ഒരുപാട് അസുഖങ്ങള് രോഗങ്ങള് പടർന്നു പിടിക്കാനൊക്കെ കാരണമാവുന്നുണ്ട് അല്ലെ? പിന്നെ അതുപോലെ തന്നെ മക്കളെ മറ്റൊന്നാണ്, പരിസ്ഥിതി എന്ത് ചെയ്യുന്നത്? മലിനമാകും. ഇത്രയും പോയിന്റ്സ് എന്താണ് മക്കളെ? യുദ്ധം കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളൊക്കെയാണ് അല്ലെ? അപ്പൊ അതൊക്കെ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മിസ് ഒരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ നമുക്ക് 4ാമത്തെയും 5ാമത്തെയും പ്രവർത്തനത്തിന് A, B എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത്തരത്തിൽ ഓർ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതാണോ തോന്നുന്നത്, ഏത് എഴുതിയാലാണോ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ആ ക്വസ്റ്റ്യൻ മാക്സിമം ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 2ഉം എഴുതേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് മാത്രം മക്കൾ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മള് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ കാണാം, എന്നിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.